2007 പുറത്തിറങ്ങിയ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാണ് നാല് പെണ്ണുങ്ങൾ. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പ്രദർശനം, മികച്ച സംവിധായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ തുടങ്ങിയവയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ. സമീപകാല അലങ്കാര ഭാഷ ഉപയോഗിച്ചാൽ നാല് പെണ്ണുങ്ങൾ എന്ന ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഏറ്റവും സ്ത്രീപക്ഷമായ സിനിമയാണ് എന്ന് പറയാം. ഇത് 100% ശരിയുമാണ്. എന്നാൽ യഥാർത്ഥ സാഹിത്യവും കലയും എന്നും സ്ത്രീപക്ഷം എന്ന വിശേഷണം ചേരുന്നവയാണ്. രാമായണം, മഹാഭാരതം മുതലിങ്ങോട്ടുള്ള കാവ്യങ്ങളും ഇന്ദുലേഖ ഉൾപ്പെടെ മലയാളത്തിലെ നാം ഓർക്കുന്ന നോവലുകളും സ്ത്രീപക്ഷം തന്നെയായി മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. ഒരുപക്ഷെ ഏതെങ്കിലും കൃതികളിലെ ഏതെങ്കിലും സന്ദർഭങ്ങൾ ഇതിന് അപവാദമായി ഉണ്ടാകാമെങ്കിലും. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനായ തകഴി ശിവശങ്കരപിള്ളയുടെ 4 ചെറുകഥകൾ കോർത്തിണക്കിയാണ് നാല് പെണ്ണുങ്ങളുടെ സൃഷ്ടി. അലസ കാഴ്ചയിൽ ഈ 4 ഭാഗങ്ങളും സ്വതന്ത്രമാണെന്ന് തോന്നിയാലും ഇവയിൽ പ്രമേയപരമായ ഒരു സമഗ്രത തകഴി ഒരിക്കലും വിഭാവന ചെയ്തിരിക്കാനിടയില്ലാത്ത ഒന്ന് ഉണ്ടെന്ന് അടൂർ സാക്ഷ്യപ്പെടുത്തുന്നു. ചലച്ചിത്രകാരൻ എന്ന നിലയിൽ അതിൽ കൂടുതൽ തുറന്നു പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാഴ്ചക്കാരിൽ, ഒരുപക്ഷെ നിരൂപകരിൽ പോലും എത്ര പേർ ആ സമഗ്രത തിരിച്ചറിഞ്ഞു എന്ന് സംശയമുണ്ട്. ചിത്രത്തിൻ്റെ 4 ഭാഗങ്ങളിൽ ആദ്യത്തേതിൻ്റെ തുടക്കത്തിൽ നാം കാണുന്നത് പപ്പുക്കുട്ടി എന്ന തൊഴിലാളി യുവാവ് പട്ടണത്തിലെ തെരുവ് വേശ്യയായ കുഞ്ഞുപെണ്ണിനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നതാണ്. ഒന്നിച്ച് തെരുവിൽ തന്നെ തുടങ്ങുന്ന അവരുടെ വിവാഹ ജീവിതത്തെ മധ്യവർത്തി സമൂഹവും അതിൻ്റെ മൂല്യവ്യവസ്ഥകളും അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, അവരെ അവിഹിത ബന്ധത്തിന് കുറ്റക്കാരാക്കി ജയിലിലാക്കുന്നു പോലീസും നീതിന്യായ കോടതിയും. രണ്ടാമത്തെ കഥ കുട്ടനാട്ടിൽ കണ്ടത്തിൽ പണിക്ക് പോകുന്ന കുമാരി എന്ന യുവതിയുടെയാണ്. അവൾക്ക് ഭർത്താവായി വരുന്ന ചെറുക്കൻ ബോട്ട് ജെട്ടിയിൽ ഒരു ചെറിയ കട നടത്തുന്നു. ഉണ്ണാമനായ അയാൾ കല്യാണ ദിവസം തന്നെ കടയിലും വൈകിട്ട് സെക്കൻഡ് ഷോയ്ക്കും കൊട്ടകയിലും പോയിരിക്കുകയായിരുന്നു. ഷണ്ടനായ അയാൾ വിരുന്നോണുകൾ കഴിഞ്ഞതോടെ അവളെ വീട്ടിലും കൊണ്ടുവിട്ടു. ബന്ധുക്കളും നാട്ടുകാരും അപവാദങ്ങൾ പറഞ്ഞു പരത്തുക കൂടി ചെയ്തപ്പോൾ തങ്ങളുടെ കല്യാണം നടന്നിട്ടേ ഇല്ല എന്ന സത്യം അവൾ തുറന്നു പറഞ്ഞു. മൂന്നാം ഭാഗത്തിലെ ചിന്നു അമ്മ അനപത്യ ദുഃഖിതയായ വീട്ടമ്മയാണ്. ജോലി സ്ഥലത്തേക്ക് രാവിലെ പോകുന്ന ഭർത്താവ് രാമൻപിള്ള വൈകിയെ വീട്ടിലെത്തും. മറ്റു വിധത്തിൽ സ്വസ്ഥയായ ചിന്നുവമ്മയ്ക്ക് സന്ദർശകനായി ഒരു പഴയ സഹപാഠി അന്യസംസ്ഥാനത്തേക്ക് പണ്ട് കള്ളവണ്ടി കയറിപ്പോയി ഇപ്പോൾ തമിഴത്തി ഭാര്യയും 8 മക്കളുമുള്ള നാറാപിള്ള വരുന്നു. ചിന്നുവമ്മയ്ക്ക് സന്താന സൗഭാഗ്യമാണ് നാറാപിള്ളയുടെ തുറന്ന വാഗ്ദാനം. അവർ അത് നിരസിക്കുക തന്നെ ചെയ്തു. നാലാമത്തെ പെണ്ണിൻ്റെ കഥ ഇതാണ്. സാമാന്യം ചുറ്റുപാടുള്ള അച്ഛനില്ലാത്ത വീട്ടിലെ മൂത്ത മകളായ കാമാക്ഷിക്ക് വന്ന ഒരു കല്യാണാലോചന. ചെറുക്കൻ്റെ താല്പര്യപ്രകാരം അനിയത്തി സുഭദ്രയുടെ പേർക്ക് വഴിമാറിപ്പോയി. കാലമേറെ കഴിഞ്ഞപ്പോഴും പിന്നീട് വന്ന കല്യാണാലോചനകൾ ഏറ്റവും ഇളയ പെൺകുട്ടിക്കും അവസാനം ഏക സഹോദരനും മാത്രം. അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ കാമാക്ഷി ഏകയായി. ഒരു നിമിഷത്തിലെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം വരുത്തി വയ്ക്കാമായിരുന്ന അനർത്ഥത്തെ അവൾ നിശ്ചയദാർഢ്യത്തോടെ ഒഴിവാക്കുന്നു. തകഴി ഈ കഥകൾ എഴുതുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുൻപും പിമ്പുമുള്ള കാലത്താണ്. ഇവയ്ക്ക് ഓരോന്നിനും ആ കാലയളവിലെ സാമൂഹ്യ രാഷ്ട്രീയ ഘടനയുമായി ബന്ധമുണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. അടൂർ വിഭാവനം ചെയ്യുന്നത് പോലെ ഈ കഥകൾ കൂടിച്ചേർന്നാൽ സമഗ്രമായ ഒരു ഇതിവൃത്തത്തിന് ഇടമുണ്ടെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥയ്ക്കുണ്ടായ പരിണാമം മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ ഘടനയിലുണ്ടായ പരിണാമങ്ങളും അതിൽ പ്രതിഫലിക്കാതിരിക്കില്ല. സമൂഹത്തിൽ ശക്തനും ദുർബലനും തമ്മിലുണ്ടാകുന്ന ഏത് സംഘർഷത്തിലും ദുർബലൻ്റെ പക്ഷം പിടിക്കുന്നവരായിരിക്കും കാലാതിവർത്തിയായ കലയും സാഹിത്യവും സൃഷ്ടിക്കുന്നവർ. തകഴിയുടെ കഥകൾ പോലെ അടൂരിൻ്റെ സിനിമകളും ആ ഗണത്തിൽപ്പെടുന്നു.
നാല് പെണ്ണുങ്ങൾ അതിൻ്റെ സമഗ്രഭാവത്തിൽ സ്ത്രീകളുടെ സിനിമ എന്നതിനേക്കാൾ ഒരു സാമൂഹ്യ സിനിമ എന്ന വിശേഷണമാണ് അർഹിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ നിഴൽ നമുക്കിവിടെ കാണാം. ഈ പറഞ്ഞ പരിപ്രേക്ഷ്യത്തിൽ സിനിമ വീണ്ടും ഒന്ന് കാണുക മാത്രമേ വേണ്ടൂ അത് മനസ്സിലാക്കാൻ. ഈ നാല് പെണ്ണുങ്ങളിലൂടെ പരകായ പ്രവേശം നടത്തി കടന്നുപോകുന്ന നാം ആ കണ്ണുകളിൽ കൂടി കാണുന്ന ലോകം എന്താണ്? അവർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത് ഒരു പുതിയ ലോകത്തെ തന്നെയാണ്. ആദ്യ ഭാഗത്ത് കുഞ്ഞുപെണ്ണിനെ പൊന്നുപോലെ നോക്കാൻ തയ്യാറായി അവൾ തനിക്കും തുണയാകും എന്ന് കൊതിച്ചു വന്നത് കാരിരുമ്പിൻ്റെ കരുത്തുള്ള ആരോരുമില്ലാത്ത ഒരു തൊഴിലാളി യുവാവാണ്. സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിലെ തൊഴിലാളി മുന്നേറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ വിവക്ഷ വ്യക്തമാണ്. വലിയ പ്രതീക്ഷകളോടെയായിരുന്നല്ലോ കേരളം ഒരു തൊഴിലാളി വർഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത്. എന്നാൽ മധ്യവർത്തി സമൂഹം അവരെ കള്ളക്കേസിൽ കൊടുക്കുന്നു. തിരുവിതാംകൂർ രാജാവിൻ്റെ ചില്ലിട്ട പടത്തിൻ്റെ കീഴെ ഇരുന്ന ഒരു ജഡ്ജി അവരെ ഭാര്യയും ഭർത്താവുമാണെന്ന് അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല ജയിലിലടയ്ക്കുകയും ചെയ്തു. ഈ ജഡ്ജി പറയുന്ന അരോചകമായ ഇംഗ്ലീഷ് പോലും സംവിധായകൻ കരുതിക്കൂട്ടി പറയിച്ചതാണ്. തൊഴിലാളി മുന്നേറ്റങ്ങൾ ഈ വിമോചനത്തോടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിലെ കർഷക തൊഴിലാളിയായ കുമാരിക്ക് ഭർത്താവായി വരുന്ന യോഗ്യനായ ചെറുക്കൻ വെറും ഉണ്ണാമനായിരുന്നു എന്ന് എല്ലാവരും ഞെട്ടലോടുകൂടിയാണ് പിന്നീട് മനസ്സിലാക്കിയത്. ഷണ്ടൻ കൂടിയാണെന്ന് വളരെ വൈകി. അയാളുമായി കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന് അവൾക്കിപ്പോൾ സമാധാനമാണ്. പുതിയ ജനായത്ത വ്യവസ്ഥയിലെ ഉണ്ണാമന്മാരുടെ പ്രതിനിധിയാണ് അയാൾ. മറുനാട്ടിൽ നിന്ന് വന്ന നാറാപിള്ളയുടെ ഉദ്ദേശം തലയറിഞ്ഞു ജീവിക്കാൻ വക നൽകുന്ന രീതിയിലാണ് സംവിധായകൻ അവതരിപ്പിക്കുന്നത്. വടക്ക് ഹിമാലയത്തിലെ പുണ്യസ്ഥലങ്ങളിൽ ഹരിദ്വാറിലെ ആശ്രമങ്ങളിലും മറ്റും പോയിട്ടുള്ളതായി അവകാശപ്പെടുന്ന നാറാപിള്ളയുടെ യാത്രാ വിവരണം ചിന്നു അമ്മയുടെ ഗോവിന്ദമ്മാവനും ഹൃദ്യമായി തോന്നി. മക്കളുണ്ടാകാൻ നാറാപിള്ളയുടെ സഹായം സ്വീകരിക്കണോ എന്ന് ഭർത്താവായ രാമൻ പിള്ളയോട് ചോദിക്കാൻ ചിന്നു അമ്മ ഒരുങ്ങിയതുമാണ്. എന്നാൽ മക്കളില്ലാതെ വന്നാൽ അത് ദൈവനിശ്ചയമായിരിക്കും എന്ന് കരുതി സമാധാനിക്കുക എന്നതായിരുന്നു രാമൻ പിള്ളയുടെ പ്രകൃതം. ഒടുവിൽ ആ ആശ എങ്ങ് കള നാറാപിള്ള ചേട്ടാ എന്ന് ചിന്നുവമ്മ അയാളെ വെറും കൈയോടെ പറഞ്ഞയക്കുന്നു. ആധ്യാത്മിക പാരമ്പര്യത്തിൽ തുടങ്ങിയാൽ അധികാരം കൈയാളാം എന്ന് മനസ്സിലാക്കിയവർക്ക് പക്ഷേ കേരളം ബാലികേറാമലയായത് ഇവിടുത്തുകാർ ഇപ്പോഴും രാമൻ പിള്ളയെ പോലെ ചിന്തിക്കുന്നതുകൊണ്ടാണെന്നല്ലേ കരുതേണ്ടത്? അമ്മയും സഹോദരങ്ങളും കൈവിട്ടപ്പോഴും ഏത് വറുതിയുടെ നടുവിലും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമോ എന്നാണ് ഇന്ന് കാമാക്ഷി ശ്രമിക്കുന്നത്. സ്വയംവരത്തിൻ്റെ അവസാന സീക്വൻസുകളെ ഓർമ്മിപ്പിക്കുന്നു ഇത്. ഈ ആത്മവേദന കേവലം വൈയക്തികമല്ല, കേരള സമൂഹത്തിൻ്റെ വേദനയാണ് അത്. അത് തിരിച്ചറിയാൻ മുന്നമേ കഴിഞ്ഞു എന്നതാണ് മനീഷികളായ തകഴിയുടെയും അടൂരിൻ്റെയും മഹത്വം. നന്ദി.